നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം അസമിൽ 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആ പ്രതികളെ കുറിച്ചിട്ടുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അറസ്റ്റ് ഒന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ 15 വയസ്സുള്ള ആ പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 3 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായി എന്നുള്ള പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. അസമിലെ ഹായ് കലൻഡി ജില്ലയിലാണ് സംഭവം നടക്കുന്നത്. ശനിയാഴ്ച രാത്രിയാണ് ഈ 15-കാരിയെ വീട്ടിൽ മൃഗീയമായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. കേസിൽ ഇപ്പോൾ 17 മുതൽ 19 വരെ പ്രായമുള്ള 3 യുവാക്കളാണ് അറസ്റ്റിലായിരിക്കുന്നത്. അതായത് വളരെ ചെറിയ യുവാക്കളാണ് ഇപ്പോൾ പ്രതികളായിരിക്കുന്നത്. പ്രതികളിൽ ഒരാളുമായി പെൺകുട്ടി അടുപ്പത്തിലായിരുന്നുവെന്നും പോലീസ് തന്നെ പറയുന്നുണ്ട്. മറ്റു 2 പേർ ഈ പ്രതിയുടെ സുഹൃത്തുക്കളാണ്. അതിക്രൂര പീഡനത്തിനിരയായാണ് പെൺകുട്ടി കൊല്ലപ്പെട്ടതെന്നും വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. ശനിയാഴ്ച രാത്രി 11 മണിയോടെയാണ് കുറ്റകൃത്യം നടന്നിരിക്കുന്നത്. സംഭവ സമയത്ത് പെൺകുട്ടിയുടെ വീട്ടുകാർ തൊട്ടടുത്തുള്ള ബന്ധുവിന്റെ വീട്ടിൽ വിരുന്നിൽ പങ്കെടുക്കുകയായിരുന്നു. വിരുന്നിനിടെ ഒരു ബന്ധുവുമായി പിണങ്ങി പെൺകുട്ടി 10:30 സ്വന്തം വീട്ടിലേക്ക് തനിച്ച് പോയി. ഈ വീട്ടിൽ പിന്നീട് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് മറ്റുള്ള കുട്ടിയുടെ മാതാപിതാക്കൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് മകളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. പെൺകുട്ടിയുടെ മാതാവ് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധമാണ് മകളുടെ ശരീരം കിടക്കുന്നുണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരീരം നിറയെ പരിക്കുകളായിരുന്നു. ജനനേന്ദ്രിയ ഭാഗം വികൃതമാക്കപ്പെട്ട നിലയിലായിരുന്നു എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ എത്തിയിട്ടുള്ള 3 യുവാക്കൾ അവരുടെ ലക്ഷ്യം ഒരു പീഡന ശ്രമം അല്ലെങ്കിൽ പീഡിപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് കടന്നു കളയുക എന്നുള്ളത് മാത്രമല്ല, അതിനുശേഷം അതിക്രൂരമായിട്ട് ആ ശരീരത്തെ വികൃതമാക്കിയിട്ട് അതിനുശേഷമാണ് ഈ പ്രതികൾ കടന്നു കളഞ്ഞിരിക്കുന്നത്. അതായത് 17, 18, 19 വയസ്സ് മാത്രമുള്ള ഈ ഒരു യുവാക്കളാണ് ഇത്തരത്തിൽ ക്രൂരത നിറഞ്ഞ രീതിയിൽ ആ പെൺകുട്ടിയുടെ ശരീരത്തിലൂടെ പെരുമാറിയിരിക്കുന്നത്. കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് 17-കാരനെയും മുതിർന്ന പൗരൻ എന്ന നിലയിൽ കണക്കാക്കി വിചാരണ നടത്തണമെന്ന് ആവശ്യപ്പെടുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത വിധം തറയിൽ കിടക്കുന്നതായി ഇരയുടെ അമ്മ കരഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്നു. അതിഭയങ്കരമായിരുന്നു. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യരോട്, ഒരു കൊച്ചു പെൺകുട്ടിയോട് ഇത്ര ക്രൂരമായി പെരുമാറാൻ എങ്ങനെ കഴിയും? പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആക്രമണത്തിന് ശേഷം ശരീരം വികൃതമാക്കാൻ അക്രമികൾ പാത്രങ്ങളും മറ്റു വസ്തുക്കളും ഉപയോഗിച്ചതായാണ് ഇരയുടെ സഹോദരി ആരോപിക്കുന്നത്. തിങ്കളാഴ്ച ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങൾ വികൃതമാക്കിയിരുന്നുവെന്നും ശരീരത്തിൽ ഗുരുതരമായ മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും അത് വ്യത്യസ്ത വസ്തുക്കൾ ഉപയോഗിച്ച് പീഡിപ്പിച്ചതിന്റെ സൂചനയാണെന്നും പറഞ്ഞു. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 65(1) 16 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുക, 103(1) കൊലപാതകം എന്നിവ പ്രകാരം 3 പ്രതികൾക്കെതിരെയും 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കൽ നിയമത്തിലെ സെക്ഷൻ 6 പ്രകാരം കേസെടുത്തിട്ടുണ്ടെന്നും ഹൈലക്കണ്ടി അഡീഷണൽ പോലീസ് സൂപ്രണ്ട് സമീർ ദർബൻ ബറുവ പറഞ്ഞു. തങ്ങൾ ആദ്യം ചുമത്തിയ വകുപ്പുകൾ ഇവയാണ്. അന്വേഷണം പുരോഗമിക്കുമ്പോൾ കുറച്ചും കൂടി വകുപ്പുകൾ ചേർത്തേക്കാം എന്നാണ്. ഈ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ സാധ്യമാണെന്നാണ് ബറുവ പറഞ്ഞിരിക്കുന്നത്. മറ്റു പലരുടെയും മൊബൈൽ ഫോണുകൾ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്തു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയെങ്കിലും സംഭവത്തിന്റെ സംവേദനക്ഷമത കണക്കിലെടുത്ത് കൂടുതൽ വിവരങ്ങൾ പങ്കിടാൻ അവർ വിസമ്മതിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് സെൻസിറ്റീവ് വിവരങ്ങൾ വെളിപ്പെടുത്തരുതെന്നും തങ്ങൾ ജനങ്ങളോടും സോഷ്യൽ മീഡിയ ഉപയോക്താക്കളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വികാരം ഞങ്ങൾക്ക് മനസ്സിലാകും, പക്ഷേ കേസിന്റെ സംവേദനക്ഷമതയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചിരിക്കുന്നത്. കൊലപാതകത്തിന് പിന്നിലെ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നും SP സിൻഹ പറഞ്ഞു. എന്നാൽ പ്രതികൾക്ക് ഇരയുമായി പരിചയമുണ്ടെന്നും അവരുടെ വീടിനെ കുറിച്ച് എല്ലാം അറിയാമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് വീട് അറിയാമായിരുന്നു. പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ ആശയവിനിമയം ഉണ്ടായിരുന്നു. തങ്ങൾ ഇത് കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഞങ്ങൾക്കൊരു നിഗമനത്തിലെത്താൻ കഴിയുന്നില്ല. സമഗ്രമായ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ കഴിയൂ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് ഹൈലക്കണ്ടിയിലും അസമിലെ ബരാക്ക് താഴ്വരയുടെ മറ്റു ഭാഗങ്ങളിലും വൻ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. ഹൈലക്കണ്ടിയിൽ അസമിനെയും മിസോറാമിനെയും ബന്ധിപ്പിക്കുന്ന NH നാട്ടുകാർ ഞായറാഴ്ച തന്നെ ഉപരോധിച്ചിരുന്നു. പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട്.
നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അസമിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള കുറ്റകൃത്യങ്ങളുടെ ആകെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും പീഡന കേസുകൾ ഇപ്പോഴും വലിയ ആശങ്കയായി തുടരുന്നു. സംസ്ഥാന നിയമസഭയിലും പാർലമെന്റിലും സമർപ്പിക്കപ്പെട്ട ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ അസമിലെ പീഡന വിവരങ്ങൾ ഇപ്രകാരമാണ്. 2024 927 കേസുകൾ, 2023 989 കേസുകൾ, 2022 1113 കേസുകൾ, 2021 1733 കേസുകൾ, 2020 1657 കേസുകൾ. അസം സർക്കാർ മുമ്പ് നിയമസഭയിൽ നൽകിയ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ സംസ്ഥാനത്ത് സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട് 2,04,000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 14,456 ബലാത്സംഗ കേസുകളും 2,677 കൊലപാതകങ്ങളും ഉൾപ്പെടുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 2019-21 അസമിലെ സ്ത്രീ പീഡന നിരക്കിൽ കുറവുണ്ടായിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്. എങ്കിലും ജനസംഖ്യ ആനുപാതികമായി ഇന്ത്യയിൽ സ്ത്രീ സുരക്ഷ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന സംസ്ഥാനങ്ങളിലൊന്നായി അസം തുടരുന്നുണ്ട്. ഏതായാലും ഈ 3 പ്രതികളാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത്. ഇതിൽ ഒരു ആൾക്ക് ഈ പറയുന്ന കൊല്ലപ്പെട്ടിട്ടുള്ള പെൺകുട്ടിയുമായിട്ട് ബന്ധമുണ്ട്. ഇനി കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമായിരിക്കും കൂടുതൽ പ്രതികൾ ഉണ്ടായിരുന്നോ, എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ള കാരണം എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വരികയുള്ളൂ.